ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തിരുവോണമായതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവാട്ടോ. തിരുവോണമായതുകൊണ്ട് തന്നെ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റി. ഈ സൈഡിലൊരു ബേക്കറി കാണാം. ഇതിൻ്റെ അടുത്താട്ടോ അമ്പലം. ഈ അമ്പലത്തിലാണ് അമ്പലത്തിൻ്റെ ഹാളിലാണ് മോള് ഡാൻസ് പഠിക്കണത്. ഇത് മുരുകൻ്റെ അമ്പലമാട്ടോ, ഷഷ്ടിയൊക്കെ നടക്കണ അമ്പലം. അപ്പം ഞങ്ങൾ പതുക്കെ അമ്പലത്തിലോട്ട് കയറുക കേട്ടോ. പിന്നെ തൊഴുതിറങ്ങിയിട്ട് ഞാൻ അമ്പലത്തിന് ഒന്ന് പുറത്ത് നിന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുരുകൻ്റെ അമ്പലം കേട്ടോ, മുരുകൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പം തന്നെ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വിശക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അമ്പലത്തിൽ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും അങ്ങനെയാണ്, വിശന്നിരിക്കുമ്പോൾ എപ്പോഴും അമ്പലത്തിൽ പായസം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓണം കൊണ്ടതാണ്. അമ്പലത്തിൽ വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോയി കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ സദ്യയൊക്കെ കഴിക്കാനായിരുന്നു പ്ലാൻ. ഞങ്ങൾ വീടെത്തി സദ്യ കഴിച്ചു. സദ്യ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര ഐറ്റംസൊക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട, കാരണം ആരും കഴിക്കില്ല. എല്ലാം ബാലൻസ് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികമൊന്നും വെച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ശേഷം ഞങ്ങളിപ്പോൾ പോകാൻ പോണത് ഒരു സിനിമ കാണാനാട്ടോ. ഈ യാത്ര ഹൃദയപൂർവ്വം സിനിമ കാണാൻ പോവാണേ. ചേട്ടന് ലോക കാണാനായിരുന്നു ഇഷ്ടം. പക്ഷേ ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ട് ഹൃദയപൂർവ്വം മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഹൃദയപൂർവ്വം കാണാൻ പോയത് കേട്ടോ. ഞങ്ങൾ പോയി അധികം കണ്ടോ, തിരക്കൊന്നുമില്ല അധികം. പക്ഷേ ഇത് ഡാണാവാട്ടോ, ഫുള്ളും ബ്ലോക്കായിരിക്കും ഫുൾ ടൈം ഇവിടെ കേട്ടോ. കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ, വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, അത്രമാത്രം ബ്ലോക്കായിരിക്കും. തിരുവോണമായതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കുറച്ചുകൂടെ പോകാൻ പറ്റി. ഈ സൈഡിലോട്ടൊക്കെ കണ്ടാൽ MCP സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. പിട്ടാപ്പള്ളി, നന്ദിലത്ത്, ചുങ്കത്ത് എല്ലാം അടച്ചു കിടക്കുക കേട്ടോ. ആരുമില്ല ഇവിടെ ഒന്നും, അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ റോഡ് മാത്രം അത്ര നല്ലതൊന്നല്ലായിരുന്നു. ഈ ഭാഗമൊന്നും പിന്നെയും കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് പോകും തോറും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭാഗം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് ഇവിടെ കേട്ടോ. അതിന് മുമ്പ് തന്നെ ഗേൾസ് സ്കൂളായിരിക്കും. ഇതൊരു കുളമാണ്. ഞാൻ എപ്പോഴും ഇതിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കുക കുളത്തിലോട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മാസിലേക്ക് എത്തി, തിയേറ്ററിൽ എത്തി. ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തി കേട്ടോ. ലേറ്റായല്ല, കറക്റ്റ് ടൈമായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല ഇവിടെ. നേരെ ഞങ്ങൾ ഷോയ്ക്ക് കയറുമായിരുന്നു കേട്ടോ. സ്ക്രീൻ 2-ലായിരുന്നു ഞങ്ങളുടെ. എല്ലാവരും കയറി, ഞങ്ങളാണ് അവസാനം തോന്നുന്നു. ഞങ്ങൾ ഡയറക്റ്റ് കയറുമായിരുന്നു കേട്ടോ. അത്രയും ടൈം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഒരു മിനിറ്റ് പോലും കിട്ടിയില്ല. ഞങ്ങൾക്ക് നേരെ കയറേണ്ടി വന്നു. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ക്ലൗഡൊക്കെ ആയി, കാരണം ഒരു മഴ പെയ്ത് തോർന്നു കേട്ടോ. ഇപ്പോൾ പുറത്ത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി. അത്യാവശ്യം 3-4 പടങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ലോക, ഹൃദയപൂർവ്വം, പിന്നെ മേനെ പ്യാർ കിയ, വേറെ ഏതൊക്കെയോ പടങ്ങളുണ്ടെന്ന് തോന്നുന്നു.
സിനിമ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ മൂവിയാണ്, പക്ഷെ ഒരു എന്താ പറയുക, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി എനിക്കിഷ്ടപ്പെട്ടു. അത് കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നേരെ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലോട്ടാട്ടോ. എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട്. അതൊരു ഉള്ള ഏരിയ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നല്ല രസമാണ്. കാരണം അവിടെ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളും, ആ വഴികളൊക്കെ ഭയങ്കര രസമാണ്. ഇത് മുരിയാട് സ്ഥലം, ഇത് മുരിയാട് കായലാട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ. വൈകിട്ടൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളിവിടെ വൈകിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ നിൽക്കും, കണ്ട് ആസ്വദിക്കാനൊക്കെ. പക്ഷേ ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി. ഇവിടെ പക്ഷേ റോഡ് ഭയങ്കര മോശമായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ പെയ്ത് വെള്ളം മുഴുവൻ നിറഞ്ഞു കിടക്കുമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടെ ആയിരുന്നു യാത്ര. ഈ കായൽ രണ്ട് അപ്പുറത്തും കിടക്കണില്ലേ, അത് രണ്ടും ഈ 2018 ആയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ആ ടൈമിൽ ഇത് മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞ് ഈ റോഡൊന്നും കാണില്ല. ഒരു കടൽ പോലെയായി. നമുക്കൊരു ഭീകരാന്തരീക്ഷമായിരുന്നു കേട്ടോ. ആ ടൈമിൽ കാണുമ്പോൾ പേടിയാവും. അതിന് മുഴുവൻ വെള്ളം നിറഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. വലിയ കായലാട്ടോ അത്. ശരിക്കും ഇതൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇത് കാണുന്നത്, ഈ രണ്ട് ഭാഗത്തും. എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും ഇത് കാണുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട്. ഞാൻ അങ്ങോട്ട് പോകും തോറും, ചേട്ടൻ്റെ വീടിൻ്റെ താഴോട്ട് ഇറങ്ങി പോകും തോറും ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ കാണാൻ പറ്റും. ഭയങ്കര രസമാണ് അവിടെ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കുറേ ദൂരം ഉണ്ട് കേട്ടോ. അത് ഒരുപാട് ദൂരം ഇങ്ങനെ പോകും. ഇത് ഒരുപാട് നീളമുണ്ട് ഈ കായൽ. ഇവിടെ ചെറിയൊരു പാർട്ടാണ്. ശരിക്കും ഒറിജിനൽ അവിടെ നിന്നാണ് കേട്ടോ. ചേട്ടൻ്റെ വീടിൻ്റെ താഴെ നിന്നൊക്കെയാണ് ശരിക്കും. നല്ല ഭംഗി. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിൽക്കും. തിരുവോണമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ആളില്ല ഈ സമയത്ത്. നല്ല യാത്ര കേട്ടോ. പക്ഷേ റോഡ് മാത്രം ഭയങ്കര മോശമായിരുന്നു. നമുക്ക് കാണാൻ പറ്റും അത്രമാത്രം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ പോയി. നേരെ വീടെത്തിയാലും ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവിടെ വീട്ടിലോട്ട് കയറിയതും തന്നെ പിന്നെ തിക്കും തിരക്കായി. സംസാരിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ വേറൊരു ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ആ ദിവസം രാത്രി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഒരു 11 മണിയോളമായി. അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ മുകളിലോട്ട് കയറിയിട്ട്. ഇപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് നല്ല രസമാണ്. അത് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അധികം വീടുകളില്ല, പച്ചപ്പും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയാട്ടോ ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ. ഞങ്ങളുടെ തിരുവോണാഘോഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയതേ രണ്ട് ചേട്ടന്മാരുടെ വീട്ടിലോട്ടും പോയി. അവിടെ പോയിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ഒരുപാട് സംസാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട്. ആ ഒരു വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് വീടെത്തി. അവരവിടെ ഓണം കൊണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം. അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു കുഞ്ഞിപ്പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയി അകത്തോട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.